അവൻ വന്നായിരുന്നെങ്കിൽ 2 അടിക്കാറുണ്ടോ? കുളിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ട് പരിപാടി. ഇന്ന് തിരുവോണമല്ലേ, അമ്പലത്തിൽ വരെയൊക്കെ ഒന്ന് പോകാന്ന് വിചാരിച്ചു. നിങ്ങൾ നോക്കിയേ അടിക്കണ്ടേ? എടാ ഇന്ന് തിരുവോണമായിട്ട് ആ അമ്പലത്തിൽ വല്ലതും പോയി വെള്ളത്തിറങ്ങി കുളിക്ക് രണ്ടും കൂടെ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താല്. ആരായി പറയണ നീയാണ്? പുതിയ മുണ്ട കൊടുത്ത് അമ്പലത്തിൽ പോവാ. ഈ പരിപാടി നടത്തി കച്ചട പരിപാടി നമ്മളില്ല. എന്തിനു നടക്കൂടാ നീയൊക്കെ? ഇന്നലെ രാത്രി മേടിച്ച് 4 കാലം പോകുന്നുണ്ട്. ഇന്നലെ പോയ ആളാണത്. വൃത്തികെട്ടന്മാര് ചെല്ലെന്നാ ആ മൂട് കളഞ്ഞില്ലെങ്കിൽ വെള്ളം അടിച്ച് നീയൊക്കെ ഇങ്ങനെ നടന്നോ? എന്നാ നീ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോകാൻ സമ്മതിക്കത്തില്ല. ചേടാ അവന് ഇന്നലെ എന്തായിരുന്നു അവന്റെ അവസ്ഥ? പക്ഷെ അവനിതേ പറഞ്ഞ സ്ഥിതിക്കേ നമ്മള് കഴിക്കണത് വേണ്ടല്ലേ? അവൻ കഴിക്കണില്ലേ പിന്നെ നമ്മള് ഇനി ഒറ്റക്ക് കഴിച്ചിട്ട് എന്തായാലും നമുക്കും കളഞ്ഞിട്ടല്ല അമ്പലത്തിൽ കാണുമ്പോ തിരുവോണമൊക്കെ അല്ലേ പോയി പ്രാർത്ഥിക്കാം. അവന് വേണ്ടെങ്കിൽ ഇത് കളഞ്ഞേട്ടെ. കളഞ്ഞേര്. പരിപാടി ഇന്നൊരു പരിപാടി ഇല്ല. നമുക്കും നമുക്ക് പോയേക്കാം. വിളിച്ചിട്ട് അമ്പലത്തിൽ പോവാ. അയ്യോ ഇതേ പരിസ്ഥിതി ഇത് നമുക്ക് കൊണ്ടുപോയി കളയണം. ഇടപാടായി പോയില്ല. രാവിലെ ഓരോരുത്തന്മാര് അമ്പലത്തിൽ പോകാൻ സമ്മതിക്കത്തില്ല. വെള്ളം അടിച്ച് അതും വേറെ പണിയില്ലേ? അവനെ കണ്ടില്ല. ഹലോ ആരേ? ഓണപ്പൂ. ഹലോ ഹലോ അടിച്ച് പുകഞ്ഞു നിൽക്കുമല്ലേ എണ്ണം കൂടെ ഞങ്ങളല്ലേ? പിന്നെ അല്ലാണ്ട് കളഞ്ഞ് ആര് നിന്റെ ഓണപ്പൂ എന്ത്? ഓണപ്പൂ ഓണപ്പാട്ടൊക്കെ എവിടെ? എന്റെ കൊലത് നമ്മളൊരു സാധനം മേടിച്ചിട്ട് കൗദ്യം കളഞ്ഞിട്ടുള്ള സാധനം മേടിച്ചോളൂ. സാധനം മേടിച്ചോളൂ. പച്ചക്ക് നിൽക്കുവോ? ആര് കളഞ്ഞു? എന്തൊക്കെയായിരുന്നു സാധനം ഉണ്ടോ? ഉണ്ട്. അതെന്താ എവിടെയാ? ഞങ്ങളുള്ള സാധനം എടുത്ത് കളഞ്ഞു. എടുത്തുണ്ടോ അമ്പലത്തിൽ പോകാൻ ഇവൻ നീ എന്നല്ല പൂജാരിയായ ഓണപ്പൂ വളയങ്ങോട്ട് അമ്പലമാണോ? നീ എവിടെ പോയായിരുന്നേ?